അത് സൂക്ഷ്മതലത്തിൽ ഒരു മൈക്രോ ലെവലിൽ ഇറങ്ങി പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റൂ. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആനന്ദ വേലിയേറ്റം കൊണ്ട് ഉറക്കം വരാതെ പോയിട്ടുള്ള രാത്രിയാണ് കഴിഞ്ഞു പോയത് കേട്ടോ. ഒരു പതിറ്റാണ്ടു നീണ്ട പിണഭരണത്തിന് അറുതിയായതിന്റെ ആനന്ദം. ദ്വിമാറന്റെ ആസനത്തിന് എത്തിപ്പെടാൻ കഴിയാത്തത്ര അകലത്തിലേക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയെ പൗരജനത അകറ്റിവെച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന അറിവ് നൽകുന്ന ആനന്ദം. തന്റെ കുണ്ടി കൊണ്ട് ഇനി ഒരിക്കലും പിണുങ്ങാണ്ടി ആ പദവിയെ നാറ്റിക്കില്ല എന്ന് പറയുന്ന ബോധ്യം പകരുന്ന ആനന്ദം. ശ്രമിച്ചാൽ തന്നെ കാലവും കാലനും അതിനെ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന തിരിച്ചറിവ് പകരുന്ന ആനന്ദം. അതുകൊണ്ട് LDF-ന് ഭരണം നൽകാതിരുന്ന ജനങ്ങൾക്കും അതുപോലെ ഭരണം നേടിയ UDF-നും ഒന്നുപോലെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പൊങ്ങൻ പതിവ് നാവടിയിലേക്ക് കടക്കുകയാണ്. മൂന്ന് മുന്നണികൾക്കും ഒന്നുപോലെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ സംഭവിച്ചതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഭരണം തിരിച്ചുപിടിച്ച UDF-നേക്കാളും 3 സീറ്റുകൾ നേടിയ NDA പ്രവർത്തകരെക്കാളും വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതെന്നുകൂടി ഈ പോകൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അന്തംഗമ്മികളായിട്ടുള്ള അടിമക്കണ്ണന്മാരുടെ കാര്യമല്ല കേട്ടോ. തീർത്തും ചത്തമട്ടിൽ രാഷ്ട്രീയ കേരളത്തിന്റെ അടിത്തട്ടിൽ പതുങ്ങിക്കിടന്ന നല്ല ഉശിരൻ സഖാക്കളെ പറ്റിയാണ് ഈ പോകൻ പറഞ്ഞത്. തക്ക സമയത്ത് അവർ തലപൊക്കി പിണറായിസ്റ്റുകളുടെ പത്തിക്ക് തല്ലി അവറ്റകളെ അവർ തറപറ്റിച്ചു. ധർമ്മടത്തെ പിണറായിയെ 6 റൗണ്ട് വെള്ളം കുടിപ്പിച്ചത് അവിടുള്ള അസൽ സഖാക്കളാണ്. അത് ഈ പാർട്ടി ഇനിയും മനസ്സിലാക്കണം. തളിപ്പറമ്പിൽ ദന്തഗോവിന്ദന്റെ അച്ഛയെ മലർത്തിയടിച്ച് 13,000-ഓളം വോട്ടിന് TK ഗോവിന്ദനെ ജയിപ്പിക്കാൻ സഹായിച്ചതും ശുദ്ധ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പാർട്ടി ഇനിയും കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാനാ പോകുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനിലൂടെ UDF നേടിയ ജയം യഥാർത്ഥ ഇടതുപക്ഷക്കാരുടെ രാഷ്ട്രീയ ശുദ്ധതയുടെ കൂടി വിജയമാണല്ലേ. എന്റെ പുസ്തകത്തിന് നൽകിയ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായിസത്തെ കമ്മ്യൂണിസം തോൽപ്പിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി പിണറായിസത്തെ കമ്മ്യൂണിസം തോൽപ്പിച്ചു. എന്നാൽ മഞ്ചേശ്വരത്ത് 1,00,000-ഓളം വോട്ടുകൾ മുസ്ലിം ലീഗിന് മറിച്ചുകൊടുത്ത് K സുരേന്ദ്രനെ തോൽപ്പിച്ചത് യഥാർത്ഥ സഖാക്കളല്ല, മതബാധ തീണ്ടിയ വ്യാജ സഖാക്കളുടെ ആത്മാർത്ഥതയില്ലാത്ത മതേതരാസക്തിയുടെ പ്രകടനം മാത്രമാണത്. അതിനുള്ള മരുന്ന് ആ മതരോഗികൾക്ക് നൽകാതെയും പോകില്ല. വൈദേശിക ഗ്രന്ഥം പരത്തുന്ന ദീനമാണെങ്കിൽ കൂടി രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലവിലെങ്കിലും ഈ നാട്ടിൽ ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ട് ചെങ്കൊടി തണലിൽ കഴിയുന്ന മഞ്ചേശ്വരത്തെ മതരോഗികൾക്കും വൈകാതെ രോഗശാന്തി തരപ്പെട്ടിരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. BB ഗോപകുമാർ, രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ എന്നിവർക്കൊപ്പം K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കൂടി കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പാലക്കാട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പോലും അവിടെ നിന്നും ജയിച്ചു വന്ന പിഷാരടിയെ വെറും സിനിമാക്കാരൻ മാത്രമായി ഞാൻ കാണുന്നില്ല കേട്ടോ. പിഷാരടി ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ യോഗ്യനായിട്ടുള്ള ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ പ്രവർത്തകന് സമനാണെന്ന ബോധ്യമാണ് എനിക്കുള്ളത്. പാലക്കാട് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം UDF നടത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 55% അവർ ജയിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനം അത്രമേൽ കാര്യക്ഷമമായി നടത്താൻ അവിടുള്ള NDA പ്രവർത്തകർക്ക് സാധിച്ചിരുന്നോ എന്ന കാര്യം അവർ പരിശോധിക്കുമായിരിക്കും. എന്തായാലും ഒരു 3 സീറ്റ് കൂടി സമ്പാദിക്കാൻ സാധിക്കുന്ന തരം രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ പരുവപ്പെട്ട് നിന്നിരുന്നുവെങ്കിൽ പോലും അത് അത്രയും സീറ്റാക്കാൻ NDAക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ പലരിലും ഉണ്ടാകുമായിരിക്കും അല്ലേ. എനിക്കതുണ്ട്. അത് ദൗർഭാഗ്യം കൊണ്ട് മാത്രമാണോ എന്ന കാര്യവും അവർ പരിശോധിക്കുമെന്ന് തന്നെയാണ് ഈ പൊങ്ങൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇടുക്കിയിൽ UDF നേടിയിട്ടുള്ള വിജയം മലയാളികളോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. അതായത് ഗ്രാമ്യ മലയാളത്തിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ ആകെ മണിയാശാന് നല്ല സ്വാധീനമുണ്ട്. അതാണ് ആ സത്യം. പണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം? മുണ്ടപ്പടക്കൊത്തി നിൽക്കും. ഇടതുപക്ഷത്തിന് മിന്നുന്ന തോൽവി സമ്മാനിക്കുന്നതിൽ ആശാൻ വഹിച്ചിട്ടുള്ള പങ്ക് ചില്ലറയാവില്ല എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. വർഗവഞ്ചകനാണ്. അങ്ങനെ പറയുമ്പോൾ ഉഗ്ര സഖാക്കളായിട്ടുള്ള നമ്മുടെ ജയരാജ ത്രയങ്ങളെ മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, മറക്കാൻ പാടില്ല. P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ എന്നിവരും പിണറായിസത്തിന്റെ പതനം യാഥാർത്ഥ്യമാക്കാൻ വളരെ പ്രയത്നിച്ച ത്രിസഖാക്കൾ. വയ്യാത്ത ആസനത്തെ പുഷ്പം പോലെ മറന്നുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം തോളത്തെടുത്ത് ചിതയിലേക്ക് തിടുക്കത്തിൽ നടന്ന ദ്വിമാറനെ ശുദ്ധ സഖാക്കൾക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല എന്നും മറക്കാൻ പാടില്ല എന്നുമാണ് പോങ്ങന്റെ ഒരു അഭിപ്രായവും വിശ്വാസവും. ആ ചിതയിൽ കിടന്ന് കൊടിയേരി എരിഞ്ഞു തീരും മുന്നേ ദ്വിമാറൻ പെണ്ണുമ്പിള്ളയെയും മകളെയും മകളുടെ 1-ാം നമ്പർ പുയ്യാപ്പളയിൽ ഉണ്ടായിട്ടുള്ള പുത്രനെയും വാരിയെടുത്ത് വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലേക്ക് പാഞ്ഞത് പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സഖാക്കൾ ഓർക്കാതിരിക്കുമോ? ഓർത്തിട്ടുണ്ട്. കൊടിയേരി ബാലകൃഷ്ണന് വേണ്ട വിധത്തിൽ ഒരു യാത്രയയപ്പ് നൽകാൻ പോലും തടസ്സമായത് കുടുംബസമേതമുള്ള ദ്വിമാറന്റെ ആ വിദേശയാത്ര അല്ലെങ്കിൽ ആ വിനോദയാത്ര തന്നെയല്ലേ?
അല്ലെ? അച്ചിയും അച്ചിപെറ്റവളും അച്ചിപെറ്റവൾ പെറ്റവനും ഒക്കെയായി വിദേശ രാജ്യങ്ങൾ നിരങ്ങി നടന്നിട്ട് എന്ത് ഗുണമാണ് ഈ നാടിന് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, നമ്മുടെ നാട്ടിലെ നല്ല സഖാക്കൾ പോളിംഗ് ബൂത്തിൽ നിന്നപ്പോൾ ഓർത്തിരിക്കില്ലേ? ഓർത്ത് കാണും. ഓർത്തതിന്റെ ഫലമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. മരുമകന് സിംഹാസനം ഒരുക്കാൻ വേണ്ടി എത്രയോ സഖാക്കളെയാണ്, എത്രയോ നേതാക്കളെയാണ് ദ്വിമാറൻ അപ്രസക്തരാക്കി മാറ്റിയതല്ലേ? LDF അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായത്. പിണറായിസ്റ്റുകളെ തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. പിണറായിസ്റ്റുകളെ തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല, സംശയിക്കേണ്ട കാര്യമില്ല. പിണറായിസ്റ്റുകളെ തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് എന്ന് കരുതി UDF നേടിയിട്ടുള്ള വിജയത്തിന്റെയും NDA കരസ്ഥമാക്കിയിട്ടുള്ള നേട്ടത്തിന്റെയും ഒന്നും മാറ്റു കുറയുന്നില്ല കേട്ടോ. പൊങ്ങൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതും പറഞ്ഞതും. പിണറായിസ്റ്റുകളെ തോൽപ്പിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഈ രാജ്യത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കേരളത്തെ ഞങ്ങൾ ഒരിക്കലും ബംഗാളാക്കി മാറ്റില്ല എന്നുള്ളതാണ് ആ സംഗതി. കേരളത്തെ ഞങ്ങൾ ഒരിക്കലും ബംഗാളാക്കി മാറ്റില്ല. ചത്തത് പിണറായിസ്റ്റുകളാണെങ്കിൽ കൊന്നത് കമ്മ്യൂണിസ്റ്റുകളാണെന്ന സത്യം മലയാളികൾ ഒരിക്കലും മറക്കരുത്. പിണറായി വിജയനല്ല V കുഞ്ഞികൃഷ്ണനാണ് അസൽ കമ്മ്യൂണിസ്റ്റ്. H സലാമല്ല G സുധാകരനാണ് യഥാർത്ഥ സഖാവ്. ദന്തഗോവിന്ദന്റെ അച്ചിയായിട്ടുള്ള PK ശ്യാമളയല്ല TK ഗോവിന്ദനാണ് തീർത്തും ഇടതുപക്ഷത്ത് നിൽക്കുന്നത്. കമ്മ്യൂണിസം ഒരു കോപ്പി ലെഫ്റ്റ് പ്രത്യയശാസ്ത്രമായിട്ടാണ് പൊങ്ങൻ മനസ്സിലാക്കുന്നത്. നല്ല സഖാക്കൾ കോൺഗ്രസ് എത്തിയാലും BJPയിൽ ചേർന്നാലും മറ്റേത് പാർട്ടിയിൽ പോയാലും മനുഷ്യപക്ഷത്തു നിന്ന് പ്രവർത്തിച്ചിരിക്കും. കമ്മ്യൂണിസവും സോഷ്യലിസവും ഒന്നും CPMലൂടെ മാത്രം നടപ്പിലാക്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല. ഏത് ആശയ സംഹിതയോടും ചേർത്ത് ഉപയോഗിക്കാവുന്ന, തീർച്ചയായും മനുഷ്യപ്പറ്റുള്ള, മനുഷ്യ നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള പലതും അതിനുള്ളിലുണ്ട്. ദ്വിമാറനെ പോലുള്ള തസ്കരവേന്ദ്രന്മാരും സ്റ്റാലിനെ പോലുള്ള മനുഷ്യവിരുദ്ധരും അതുപോലെ തന്നെ ചെഗുവേരയെ പോലുള്ള ഇളം ഭ്രാന്തന്മാരും ഒക്കെ എടുത്തു പെരുമാറിയതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ അപജയം. തെറ്റായ കൈകളിലൂടെ അത് സമൂഹമാകെ പടർന്നുപോയി. അതാണ് സത്യം. സത്യത്തിൽ ശകലം കൂടിയൊക്കെ പറയാനുണ്ട്. പക്ഷേ ഈ ഉറക്കക്ഷീണവും അതുപോലെ ആനന്ദം കൊണ്ടുള്ള മത്തും, ആനന്ദം കൊണ്ടാണോ സമാധാനം കൊണ്ടാണോ, എന്തായാലും ആനന്ദം കൊണ്ടോ സമാധാനം കൊണ്ടോ അല്ലെങ്കിൽ ആനന്ദം കവിഞ്ഞു നിൽക്കുന്ന സമാധാനം കൊണ്ടുള്ള മത്തുമൊക്കെ കാരണം ഒട്ടും തന്നെ ശ്രദ്ധ പൊങ്ങന്റെ തലയിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല. അതുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ പറയാം. അടുത്ത മുഖ്യമന്ത്രി ആരായാലും പൊങ്ങൻ വളരെ ലളിതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നിൽ ആത്മാർത്ഥമായി സമർപ്പിക്കുകയാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം വരെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിഫ് ഹൗസിന്റെ മുന്നിലൂടെ YMR ജംഗ്ഷനിലേക്ക് പൗരജനത്തിന് യഥേഷ്ടം സഞ്ചരിക്കാമായിരുന്നു. ദ്വിമാറൻ വന്നപ്പോൾ അതങ്ങോട്ട് അടച്ചുപൂട്ടി ആ വഴി. പൗരജനതയോടുള്ള ഭയപ്പാട് പ്രകടിപ്പിക്കുന്ന പോലെ ഞങ്ങളെ നിങ്ങൾ ദയവായിട്ട് അകറ്റി നിർത്തരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന പൊങ്ങന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. അത് അപരിഷ്കൃതമായിട്ടുള്ള ഒരുതരം അകലം വയ്പ്പാണ് കേട്ടോ. അകറ്റി നിർത്തരുത്. അതുവഴി അത്യാവശ്യത്തിന് ആരെങ്കിലും ഒരു കുറുക്കുവഴി എന്ന നിലയിൽ അതുവഴി ഒന്ന് പൊയ്ക്കോട്ടെ. ആ മരത്തണലുകൾക്കിടയിലൂടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ അതുവഴി ഒന്ന് പൊയ്ക്കോട്ടെ. പിണറായി വിജയന്റെ ഭയപ്പാടിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ആ പരിഷ്കാരം തൊട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തിരുത്തി തുടങ്ങണമെന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയാണ് പൊങ്ങനുള്ളത്. നല്ലതേ വരൂ, തീർച്ചയായിട്ടും നല്ലതേ വരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ. UDF പ്രവർത്തകർക്കും അനുഭാവികൾക്കും വോട്ടർമാർക്കും ആത്മാർത്ഥമായിട്ടുള്ള അനുമോദനങ്ങൾ. അതിഗംഭീരമായിരുന്നു നിങ്ങളുടെ വിജയം, അതിഗംഭീരമായിരുന്നു നിങ്ങളുടെ വിജയം. പറയാതിരിക്കാൻ വയ്യ. കൈപ്പത്തി അടപ്പാകുക കേൾക്കുമ്പോ.